إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അർഹമുർ-റാഹിമീനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോട് കൂടി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ മക്കൾ ഒരു വെക്കേഷൻ കാലയളവിലാണ്. ഒരുപാട് സമയവും അതുപോലെ തന്നെ മറ്റു പഠനത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ അല്പം മാറി നമ്മുടെ അടുക്കൽ നമ്മുടെ കുട്ടികളുണ്ട്. ഈ ഒരു സമയം നമ്മൾ കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി അത് വിനിയോഗിച്ചില്ലെങ്കിൽ ഏകദേശം ഒരു 2 മാസക്കാലം അവരെ നശിപ്പിക്കുന്നതായിട്ടുള്ള സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലും മൊബൈലിലും അതുപോലെ മറ്റു ചീത്ത കൂട്ടുകെട്ടുകളിലും ഒക്കെ പോകാൻ വലിയ സാധ്യതയുള്ള സമയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് ഈ മക്കൾ നമുക്ക് 2 ലോകത്തും ഉപകാരപ്പെടണം എന്നുള്ള നിലക്ക് എന്ന് ചിന്തിക്കുന്ന മക്കൾ വലിയ പരീക്ഷണമാണ്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുന്ന ആ മക്കൾക്ക് മതബോധമുണ്ടാകണം. പരലോകത്ത് നമ്മുടെ കൂടെ സ്വർഗത്തിലുണ്ടാകണം. അവരെ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റണം. അവർ കാരണമായിക്കൊണ്ട് നമ്മൾ നരകം വാങ്ങുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കൂടാ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവർ കാരണമായിക്കൊണ്ട് മാതാപിതാക്കൾ നരകം വാങ്ങുന്ന അവസ്ഥാവിശേഷം. ഈ നിലക്കെല്ലാം ചിന്തിക്കുന്ന രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും അറിയേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, സമയം എന്നുള്ളത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. തിരക്ക് ഒഴിഞ്ഞ് ഒഴിവു സമയം ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾ അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുള്ള പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, രോഗം കൊണ്ടോ മറ്റുള്ള കഷ്ടപ്പാടുകൾ കൊണ്ടോ മഈശത്തിന്റെ കാര്യങ്ങൾ കൊണ്ടോ നല്ല നിലക്ക് ഒരു സമാധാനപരമായ സ്വസ്ഥ ജീവിതം നയിക്കാൻ സാമ്പത്തികം അനുവദിക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, തന്റെ ജോലിക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തുന്നു. എത്ര പണിയെടുത്തിട്ടും തന്റെ കുടുംബത്തിന് പശിയടക്കാനുള്ള, ഭക്ഷണം കണ്ടെത്താനുള്ള, മരുന്ന് കണ്ടെത്താനുള്ള വകയില്ലാതെ പെടാപാടുപെടുന്ന ആളുകളുണ്ട്.
അവരെ പോലെ അല്ലല്ലോ സഹോദരന്മാരെ കൃത്യമായി സാമ്പത്തികമായ സുസ്ഥിതിയിലുള്ള സമയം കിട്ടിയ ഒഴിവു സമയമുള്ള ആളുകൾ അതുപോലെയല്ല. അതേപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾ ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ നല്ല ചികിത്സയും കഴിഞ്ഞുകൂടുന്ന ആളുകൾ. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ല. അതുകൊണ്ട് തന്നെ ഈ ഒഴിവു സമയം മറ്റുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒഴിവു സമയം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നമ്മൾ കേട്ട ഹദീസാണ്, നിഅമതാനി. റസൂലുള്ളാഹിന്റെ ഹദീസ് തുടങ്ങുന്നതിന് അങ്ങനെ തന്നെയാണ്. രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. ഈ രണ്ട് അനുഗ്രഹങ്ങൾ പലരും അനുഗ്രഹമായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ ധാരാളക്കണക്കിന് ആളുകൾ, കോടാനുകോടി മനുഷ്യന്മാർ വഞ്ചിതരാണ്. നാളെ പിറ്റേന്ന് പരലോകത്ത് ചോദിക്കപ്പെടുന്ന സമയത്താണ് ഇതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നത്. സമ്പത്ത് എന്ന അനുഗ്രഹം, ഭക്ഷണം എന്ന അനുഗ്രഹം, പാർപ്പിടം എന്ന അനുഗ്രഹം നമ്മൾ ചിലപ്പോൾ ഓർക്കാറുണ്ട്. പഠിച്ചോൻ അൽഹംദുലില്ലാഹ് എനിക്കിതൊക്കെ കിട്ടിയല്ലോ. തന്റെ സഹോദരന് കിട്ടിയിട്ടില്ല, സഹജീവിക്ക് കിട്ടിയിട്ടില്ല, അയൽവാസിക്ക് കിട്ടിയിട്ടില്ല, ഒരു പ്രയാസപ്പെടുന്നു. പക്ഷെ അള്ളാഹു എനിക്ക് ഒക്കെ നൽകി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഞാനും നിങ്ങളും. പക്ഷേ സമയം അള്ളാഹു നമുക്ക് നൽകി. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഫറാഖ് വസ്സിഹതു വൽ ഫറാഖ്, അസ്സിഹതു വൽ ഫറാഖ്, ആരോഗ്യവും ഒഴിവു സമയവും അത് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അതിന് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മനുഷ്യനെ ഒഴിവു സമയം എന്നുള്ളത് ഏറ്റവും കൂടുതൽ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. ഹറാമുകൾ കാണുന്ന, ഹറാമുകൾ കണ്ട് ആസ്വദിക്കുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളൊക്കെ ഒഴിവുള്ളവരേ കാരണം. അത് മൊബൈലിലാകട്ടെ, മറ്റുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ എങ്ങനെയാകട്ടെ, ഹറാമുകൾ കാണുന്ന, ആസ്വദിക്കുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന, അന്യ സ്ത്രീകളോട്, അന്യ പുരുഷന്മാരോട് ഹറാമായ രീതിയിൽ സംസാരിക്കുന്ന, ഇതൊക്കെ ഒഴിവു സമയം കിട്ടിയിട്ടാണ്, ഒഴിവുണ്ടായിട്ടാണല്ലോ ഇത് ചെയ്യണത്. ഒന്നും ചെയ്യാല്ല, എന്നാ പിന്നെ കുറച്ചു നേരം ഈ വൃത്തികേടുകൾ കാണാം. അതേപോലെ തന്നെ മ്യൂസിക്കും സംഗീതവും അന്യ പുരുഷന്മാരെയും അന്യ സ്ത്രീകളെയും പാട്ടും ഡാൻസും ഇങ്ങനെ നമ്മളെ പരലോകം തകർക്കുന്ന കാര്യങ്ങൾ കാണാനിരിക്കുന്നവർ ആരാണ്? സമയം ഒഴിവുള്ളവരാണ്. അവന്റെ ബിസിനസിന്റെ തിരക്കോ മറ്റുള്ള കുടുംബത്തിന്റെ തിരക്കോ രോഗത്തിന്റെ തിരക്കോ ഒന്നുമില്ല, അള്ളാഹു ഒഴിവ് സമയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണ് നാശത്തിലേക്ക് വരുന്നത്. ഒരു കവി പറയുകയുണ്ടായി, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ്ദ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യുവത്വവും അവന്റെ ഒഴിവ് സമയവും അതേപോലെ തന്നെ അവന്റെ സമ്പത്തും മഫ്സദത്തുൻ, അത് അവനെ വലിയ ഫസാദാണ്, ഫിത്നയാണ്, അതവന്റെ പരലോകം തകർക്കും. ലിൽ മർഇ മഫ്സദത്തുൽ ലിൽ മർഇ അയ്യ മഫ്സദ, ഏറ്റവും വലിയ മഫ്സദത്താണ്. സമ്പത്ത്, ധാരാളം സമ്പത്തുണ്ട്, അതേപോലെ തന്നെ ആരോഗ്യമുള്ള നല്ല യുവത്വമുണ്ട്, അള്ളാഹു സമ്പത്തും കൊടുത്തിട്ടുണ്ട്, ഒഴിവു സമയവുമുണ്ട്. ഇത് മനുഷ്യന് വലിയ മഫ്സദത്താണ്, പരീക്ഷണമാണ്, ഫസാദാണ്, കുഴപ്പമാണ്. അത് ശരിയാവണ്ണം വിനിയോഗിച്ചില്ലെങ്കിൽ എന്ന് ഇവിടെ കവി പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വെക്കേഷൻ കാലയളവിൽ നമുക്കെല്ലാവർക്കും 2, 3, 4, 5 മക്കളുണ്ട്. വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള മക്കളുണ്ട്. 6ാം ക്ലാസ്സിലുള്ളവരുണ്ട്, 8ലുള്ളവരുണ്ട്, 10ലുള്ളവരുണ്ട്, +1ലുള്ളവരുണ്ട്, ഒക്കെയുണ്ട്. ഇവർക്ക് കൃത്യമായ ഒരു പ്ലാനിങ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഹറാമായ കാര്യങ്ങളിൽ അവർ സമയം ചെലവാക്കും. നമുക്ക് രാവിലെ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോയാൽ വൈകുന്നേരം വരെ ചെറിയ കുട്ടികളാണ്, വേറെ ശല്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ പക്ഷേ ഈ വെക്കേഷൻ കാലയളവിൽ അവർ വീട്ടിലാണ്. അപ്പൊ അവരെ നമ്മളിൽ നിന്ന് അകറ്റാൻ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ മൊബൈൽ കൊടുക്കുന്നു. അതേപോലെ തന്നെ അങ്ങനെയുള്ള പുറത്തേക്ക് മറ്റുള്ള കൂട്ടുകെട്ടുകൾക്ക് വിടുന്നു. അപ്പൊ ഹറാമ് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും, ഗെയിമുകൾക്ക് അടിമപ്പെടാൻ, ലഹരിക്ക് അടിമപ്പെടാൻ, മറ്റുള്ള കൂട്ടുകെട്ടുമായി കൊണ്ട് ബന്ധപ്പെട്ട് പുതിയ കൂട്ടുകാരന്മാരുണ്ടാകുന്നു, പുതിയ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാകുന്നു. അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമസ്കാരം കളായി പോകുന്നു. ഇത് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടാനും തോന്നിവാസങ്ങൾക്കും വൃത്തികെട്ട സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാകാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടാകണം രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക്. അതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും മുന്തിയ പരിഗണന ഈ പ്ലാനിങ്ങിൽ കൊടുക്കേണ്ടത് പ്രിയമുള്ളവരെ, പരലോകം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയമുള്ള സഹോദരിമാർക്ക് ഇതിലേറെ ഇടപെടാനുണ്ട്. പരലോകം ആഗ്രഹിക്കുന്ന അമ്മമാരെ, മക്കൾക്ക് ഈ ഒഴിവ് സമയത്ത് ദീനിന് നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കണം. മതം പഠിക്കാൻ, മതത്തിന്റെ കാര്യങ്ങൾക്ക് മുന്തിയ പരിഗണന നമ്മൾ കൊടുക്കണം. നിങ്ങൾ നോക്കൂ, 10 മാസം, അതല്ല 11 മാസം തന്നെ വേണം പറയാം, ഭൗതിക പഠനത്തിന്റെ തിരക്കിലാണ്. സ്കൂളുണ്ട്, ട്യൂഷനുണ്ട്, മറ്റുള്ള കോച്ചിങ്ങുകളുണ്ട്, ഒക്കെ ഭൗതിക പഠനത്തിലാണ്. ആഴ്ചയിൽ 6 ദിവസവും, മിക്ക കുട്ടികളും 6 ദിവസവും
അതേപോലെ തന്നെ 5 ദിവസവും ഈ ഭൗതിക പഠനത്തിന്റെ തിരക്കിലാണ്. ഭൗതിക പഠനത്തിന്റെ തിരക്കിൽ മദ്രസ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കുറച്ച് സമയമാണ് മദ്രസയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒഴിവ് കിട്ടുന്ന ഈ ഒരു സമയം, ഒരു 1.5 മാസക്കാലം 2 മാസക്കാലം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ശരിക്ക് മതം അറിയാനും കേൾക്കാനും പഠിക്കാനുള്ള ഒരു അവസരം ആ പ്ലാനിൽ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നഷ്ടമാണ് പ്രിയമുള്ളവരെ. പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. അത് ചോദിക്കുക തന്നെ ചെയ്യും. മക്കളും അതേപോലെ തന്നെ കുടുംബവും ഫിത്നയാണ്, കുഴപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മറുപടി പറയേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റൂല. മക്കളുള്ള ആളുകൾക്ക് ഉത്തരവാദിത്തം എന്താ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് മക്കൾക്ക്? അതുകൊണ്ട് തന്നെ ദീന് അവർക്ക് പഠിക്കാനുള്ള മറ്റുള്ള ഈ മാസങ്ങളിലെല്ലാം ഭൗതികവും സ്കൂളും ട്യൂഷനും അതിന്റെ തിരക്കുകളും ഒക്കെ ഒഴിഞ്ഞ് കുട്ടികൾ 2 മാസക്കാലം 1.5 മാസക്കാലം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്തും, ചില ആളുകളുടെ ഈ സമയത്തും പിന്നെ ഒരു പുതിയൊരു കോച്ചിങ്ങിന് പോട്ടെ. ഒരു പള്ളിയിൽ ഒരു മൗലവിയോ അതേപോലെ തന്നെ മതം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പണ്ഡിതോ ഒരു ത്വാലിബുൽ ഇൽമോ ഉണ്ടെങ്കിൽ ആ കുട്ടിന്റെ അടുത്ത് ഞങ്ങളൊരു മതം പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കട്ടെ, കുട്ടികൾക്ക് മോറൽ ക്ലാസ്സുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കട്ടെ, ഉള്ളതിലേക്ക് നമ്മൾ കുട്ടികളെ വിടട്ടെ എന്ന് ആലോചിക്കുന്നതിന് പകരം ഈ സമയത്ത് നമ്മൾ വിടുകയാണ്. എവിടേക്കായി വിടുന്നത്? പുതിയ കോഴ്സിന്, ഒരു കമ്പ്യൂട്ടർ കോഴ്സിന്, അല്ലേ? എന്തിന്റെ പിറകെയാണ് സഹോദരന്മാരെ നമ്മൾ പരലോകം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ? എന്തിന്റെ പിറകെയാണ് നമ്മൾ ഓടുന്നത്? നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ഈ സംസാരത്തിൽ നിന്നും ഞാനും നിങ്ങളും ദുനിയാവ് വേണ്ട എന്ന് വായിച്ചെടുക്കുന്നില്ലല്ലോ. വായിച്ചെടുക്കുന്നത് അവരാണ് പമ്പര വിഡ്ഢി. ഈ സംസാരത്തിൽ നിന്നും അങ്ങനെ വായിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. ഈ ഒരു സമയം കിട്ടിയിട്ട് ആ സമയം നമ്മുടെ മക്കളുടെ പരലോകത്തിന് വേണ്ടിയിട്ട് അവർക്ക് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനത്തിൽ ഖുർആൻ നമ്മുടെ മക്കൾക്ക് ഓതാൻ അറിയോ? ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മുടെ കുട്ടികൾ ഹിഫ്ളാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് കുട്ടികൾക്ക് മതപഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പദ്ധതി ഈ 1 മാസക്കാലം 1.5 മാസക്കാലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പ്ലാനും പദ്ധതികൾ ഉണ്ടാകണം. അതിൽ ഭൗതിക പഠനത്തിനുള്ള പദ്ധതികളും ഉണ്ടാകട്ടെ. പക്ഷെ മുന്തിയ പരിഗണന മതത്തിന് കൊടുക്കണം. കാരണം 10 മാസക്കാലം പ്രിയമുള്ളവരെ കുട്ടികൾ ഭൗതിക പഠനത്തിലാണ്, അല്ലേ? വെറുതെ സ്വർഗം കിട്ടും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? വെറുതെ നമ്മളെ കുട്ടികൾ നന്നായി പോകും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് പരാതിയാണ്, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മാതാപിതാക്കൾക്ക് ഒരു വിലയില്ല. മാതാപിതാക്കൾ അവർക്ക് ഭക്ഷണവും അതേപോലെ തന്നെ വസ്ത്രവും പാർപ്പിടവും പിന്നെ സമ്പത്തും കൊടുക്കുന്ന ഒരു ടൂള് മാത്രമാണ്. ഒരു ബന്ധവുമില്ല. അത്രയധികം മാതാപിതാക്കൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. എന്തതിന് കാരണമായത്? മക്കൾക്ക് മതം കൊടുത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ അമാന്തം കാണിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മക്കൾക്ക് മതപഠനം കൊടുക്കാൻ നമ്മൾ ഈ സമയത്ത് ഏറെ നമ്മൾ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ദീൻ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കും. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതം ഖൈർ ഉദ്ദേശിക്കുന്നു എങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, മതത്തിൽ അവനെ കഴിവുള്ളവനാക്കും, അവഗാഹതയുള്ളവനാക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുക്കും. അപ്പൊ നമ്മളെ മക്കൾക്ക് മതം പഠിക്കണം, കൃത്യമായ വിശ്വാസം പഠിക്കണം, എങ്ങനെയാ നിസ്കാരം എന്ന് പഠിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഇത്ര പ്രാവശ്യം നമ്മൾ കേട്ട ആയത്താണ്. എന്റെ പ്രിയമുള്ള ജനങ്ങളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട്, മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം കേട്ടോ. ഹിജാറ, കളവ് പറയാത്ത പടച്ചെറുവ് പഠിപ്പിച്ചു തരികയാണ്. അതേ, ആ നരകത്തിന്റെ വിറകെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരും അതുപോലെ തന്നെ പാറക്കല്ലുകളുമാണ്, കരിമ്പാറകളുമാണ്. ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനോ നിങ്ങളോ നമ്മുടെ മക്കളോ പെടാൻ പാടില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അതിൽ മനുഷ്യന്മാരെയും ജിന്നുകളെയുമാണ് തിന്നു തീർക്കുന്നത്. ആർത്തിയോടുകൂടി ആ നരകം കരിച്ചു കളയുന്നത്. എന്നാൽ അവിടെ ജീവിതവുമില്ല, മരണവുമില്ല, മരിച്ച് നശിച്ച് ചാരമായി പോകുന്ന പ്രശ്നവുമില്ല. അങ്ങനെയുള്ള നരകം എന്ന സംവിധാനം അത് നിങ്ങൾ രക്ഷപ്പെടുത്തണം കേട്ടോ. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അതിന് കഠിന കടവടന്മാരായ പരിക്കന്മാരായ മലക്കുകളാണ് അതിന് ഉത്തരവാദിത്തമുള്ളത്. അള്ളാഹ് എന്തൊന്ന് കൽപ്പിച്ചുവോ അത് അപ്പടി അവർ നിർവഹിക്കും, ചെയ്യും. അങ്ങനെയുള്ള നരകത്തിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ആയത്ത്, ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അലി ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻ ഇബ്നു അബ്ബാസിൻ
ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്ന് പറഞ്ഞാൽ യഖൂലു ഇഅ്മലൂ ഇഅ്ലമൂ ബിത്വാഅത്തില്ലാ, നിങ്ങൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ പേടിണ്ടാക്കുന്ന, പടച്ചറപ്പിൽ തഖ്വയുണ്ടാക്കുന്ന കാര്യങ്ങൾ അതുണ്ടാകണം. അവർക്ക് ഹറാമായ കാര്യങ്ങളുടെ ഗൗരവം അവരെ പഠിപ്പിക്കണം. അതേപോലെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്ർ അതുണ്ടാക്കണം. നരകത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നരകം ഗൗരവമാണ്, നരകത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള പണി അതെന്താ? നരകത്തെക്കുറിച്ച് പഠിപ്പിക്കലാണ്. അതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കണം. അപ്പൊ നിസ്കാരം ഒരു ഒഴിവാക്കൂല, ചീത്ത കൂട്ടുകെട്ടിൽ പെടൂല. അതുകൊണ്ട് നല്ല പ്ലാൻ ഉണ്ടാക്കണം. വെറുതെ സഹോദരന്മാരെ, നമ്മൾ മാതാപിതാക്കളാണ്, വെറുതെ ഈ സമയം നമുക്ക് കളയാൻ പാടില്ല. അതുകൊണ്ട് എന്റെ കുട്ടി രാവിലെ എണീക്കണം. ആൺകുട്ടികളാണെങ്കിൽ സുബഹി മുതൽ മാതാപിതാക്കളുടെ കൂടെ പള്ളിയിലേക്ക് പോകണം. ഓൻ അവിടെ കിടന്നുറങ്ങാൻ നമ്മൾ അതുണ്ടാകരുത്. കുട്ടി നമ്മുടെ കൂടെ, ആൺകുട്ടികളാണെങ്കിൽ പള്ളിയിലേക്ക് വരാൻ പ്രായമായ കുട്ടികളാണെങ്കിൽ അവർ പള്ളിയിലേക്ക് വരട്ടെ. നമ്മൾ തഹജ്ജുദിന് എണീറ്റിട്ടുണ്ട്, ആ സമയത്ത് വിളിക്കാൻ പറ്റണം, അവർക്ക് വിളിക്കണം. ഇനി അത് പോകട്ടെ, അതിന് സാധിക്കുന്നില്ല, പള്ളിയിലേക്ക് വരട്ടെ. നമ്മുടെ പെൺകുട്ടികൾ ആ സമയത്ത് വിളിപ്പിക്കണം. അവർ സുബഹി നമസ്കരിക്കട്ടെ, ഉമ്മമാരുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കട്ടെ. എന്നിട്ട് അതിനുശേഷം ദിക്റുകൾ അവർ ചൊല്ലട്ടെ. കാരണം ദിക്റെല്ലാം മറ്റുള്ള 10 മാസങ്ങൾ സമയമില്ല. അപ്പോത്തിന് ആ സമയം തന്നെ അവർ കുളിച്ചു മാറ്റി അവർ മദ്രസയിലേക്കോ സ്കൂളിലേക്കൊക്കെ പോകണം. തിരക്കാണ്. പക്ഷെ അദ്കാറുകൾ ചൊല്ലട്ടെ. എപ്പോഴത് ചൊല്ലുക നമ്മളെ കുട്ടികൾ? അദ്കാറിന്റെ പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. അദ്കാറിന്റെ ആപ്ലിക്കേഷനുകൾ അവർ ഒരുപാട് സമയം ചെലവഴിക്കുന്ന അവരുടെ മൊബൈലിലുണ്ട്. നമ്മുടെ കുട്ടി ചൊല്ലട്ടെ. ആരെ കൂടെ ചൊല്ലണം? വാപ്പാന്റെ ഉമ്മാന്റെയും കൂടെ ചെല്ലണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഖുർആൻ ഓതട്ടെ. നമ്മളെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളായി പറഞ്ഞു വരുന്നത്. എല്ലാവരും വട്ടത്തിലിരുന്ന് ഖുർആൻ ഓതുക. സൂറത്തുൽ ബഖറ മുതൽ ഇങ്ങോട്ട് ഓതുക. ഒരായത്ത് ഉമ്മ ഓതുക, ഒരായത്ത് വാപ്പ ഓതുക, അടുത്ത മോൾ ഓതുക, അടുത്ത മോൾ ഓതുക, അടുത്ത മോൾ ഓതുക. എന്നിട്ട് അതിലെ തെറ്റുകൾ ഇങ്ങനെ അവിടെ തെറ്റിപ്പോയി, അവിടെ മദ്ദാണ്, അവിടെ മദ്ദ് ലാസിമാണ്, നിർബന്ധമായി നീട്ടണം, അവിടെ കുറച്ച് മണിക്കണം. ഈ സമയത്ത് ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് എവിടെയും സംശയം ഉണ്ടെങ്കിൽ ഒരു ഉസ്താദിനെ വിളിക്കണ്ട, ആ മൊബൈലിൽ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എവിടെ നമ്മൾ ഓതി തെറ്റിയത്, ഇവിടെ എങ്ങനെയാണ് ഓതേണ്ടത്, ഇവിടെ ഒരു മീമ് കാണുന്നു, ഇവിടെ ഒരു ലാമ് കാണുന്നു, ഇവിടെ ഒരു ജീമ് കാണുന്നു, എന്താണ് അതിന്റെ ഉദ്ദേശം, എന്താണ് അതിന്റെ അർത്ഥം, അപ്പൊ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അത് കിട്ടും. ഇങ്ങനെ ഒരു മാസക്കാലം നമ്മളെല്ലാവരും വട്ടത്തിലിരുന്ന് ഓതി. അതിനുള്ള സമയം നമുക്ക് ഇവിടെ ഉണ്ട്. കാരണം നേരത്തെ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പറഞ്ഞയക്കണ്ട, അതിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സാവകാശമുണ്ട്. 10 മാസം നമുക്ക് സാവകാശമില്ല, ഇതിന് നമുക്ക് സമയമുണ്ട്. അപ്പൊ ആ നിലക്ക് വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും കൂടി ഒന്ന് ഖുർആൻ ഓതുന്നു. നമ്മൾ 5ാം ക്ലാസ്സിലുള്ള 4ാം ക്ലാസ്സിലുള്ള 6ാം ക്ലാസ്സിലുള്ള കുട്ടിയോട് നമ്മളൊന്ന് ഉറക്കെ ചൊല്ലി നിസ്കരിക്കാൻ പറയുന്നു. അയ്യൊന്ന് നിസ്കരിച്ച് ഞാൻ കേൾക്കട്ടെ, ഈ സുബഹി നിസ്കാരം ഉപ്പച്ചൊന്ന് കേൾക്കട്ടെ, ഉമ്മച്ചി കേൾക്കട്ടെ, എങ്ങനെയാണ് മോള് നിസ്കരിക്കണമെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക കുട്ടിക്ക് അത്തഹിയ്യാത്തിലെ പ്രാർത്ഥന അറിയില്ല, കുട്ടിക്ക് ഇത്തിദാലിലെ പ്രാർത്ഥന അറിയില്ല, അതേപോലെ തന്നെ ഇടയിലിരുത്തത്തിലെ പ്രാർത്ഥന അറിയില്ല, എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടുകയാണ്. അവിടെ നമുക്ക് ഇടപെടാൻ പറ്റും. ഇതാണ് പാരന്റിങ് എന്ന് പറഞ്ഞ സഹോദരന്മാരെ. അതിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കുട്ടി നമ്മുടെ ഖുർആൻ ഓതുക. അപ്പൊ വാപ്പാക്കും ഉമ്മാക്കും എത്ര ഖുർആൻ ഓതാൻ അറിയേണ്ടെന്ന് ഓൽക്കും മനസ്സിലായിക്കോളും. അപ്പൊ നമ്മുടെ ഖുർആൻ ഓത്തൊന്ന് ശരിയാക്കണം. അപ്പോ കുട്ടിനെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ മാതാപിതാക്കൾ കൂടിയിരുന്ന് ഖുർആൻ ഒന്ന് ഓതുക. അമാനി മൗലവിന്റെ തഫ്സീർ ഒന്ന് വായിക്കാലോ നമുക്ക്. അമാനി മൗലവിന്റെ പരിഭാഷ നമുക്കൊന്ന് കുറച്ചു നേരം വായിക്കാലോ. ഏതെങ്കിലും ഒരു സൂറത്ത് 5 ജുസ് തെരഞ്ഞെടുത്തോളി, ഒക്കെ പരലോകവുമായി ബന്ധപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് മുതിർന്ന പെൺകുട്ടികളുണ്ടോ, സൂറത്ത് നൂറ് തെരഞ്ഞെടുത്തോളി. ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സൂറത്ത് എടുത്ത് നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ. ഇന്ന് ഈ സൂറത്ത് നമ്മൾ ഈ ഒരു മാസക്കാലം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ജുസിന്റെ അർത്ഥം അല്ലെ അര ജുസിന്റെ അർത്ഥം നമ്മളൊന്ന് കൂടിയിരുന്ന് വായിക്കാം. ഇത് പഠിക്കണം എന്നല്ലേ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നല്ലേ. ഈ ഖുർആൻ എന്നല്ലേ സഹോദരന്മാരെ നമുക്ക് ഹുദ കിട്ടേണ്ടത്, സന്മാർഗം കിട്ടേണ്ടത്. ഇത് യഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം എന്നല്ലേ, സിറാത്തിൽ മുസ്തഖീമിലേക്ക് നമ്മൾ വഴി നടത്തുന്നു എന്നല്ലേ പറഞ്ഞത്. കുറച്ച് സമയം ഒരു ദിവസം ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ മക്കളും മാതാപിതാക്കളും ഇരിക്കുന്നു. ഇതാണ് പ്ലാന്. അതേപോലെ തന്നെ പ്ലാനിൽ അടുത്തൊരു ഘട്ടം വരണം. ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ, ഒരു തസ്കിയത്ത് കിട്ടുന്ന ഒരു പ്രഭാഷകന്റെ 1 അരമണിക്കൂർ പ്രഭാഷണം എന്നും കേൾക്കുന്നു, എന്നിട്ട് അത് മാർക്ക് ചെയ്യുന്നു. ഇന്ന് ആരുടേത് കേട്ടു, കേൾക്കുന്ന സമയത്ത് കുട്ടി ഒന്ന് മാർക്ക് ചെയ്യട്ടെ. എത്ര പ്രഭാഷകന്മാർ അല്ലെ, എത്ര നല്ല പ്രഭാഷണങ്ങൾ നമ്മുടെ മൊബൈലിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. ഒരു നല്ല തസ്കിയത്ത് കുട്ടി കേൾക്കട്ടെ. കുട്ടിയുടെ ഏത് പ്രശ്നമാണ് കുട്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ആ വിഷയത്തിലുള്ള പ്രഭാഷണം കുട്ടികൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കേൾക്കണം. ആ പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഒന്ന് പോസ് നെക്കിയിട്ട് ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണ പണി ഞാൻ പറയുന്നത്.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഞാൻ പറയുന്നത്. കുറച്ച് സമയം കുട്ടികളൊപ്പം ഇരിക്കണം, അവർക്ക് മര്യാദ പഠിപ്പിക്കണം, അവർക്ക് നിസ്കാരം പഠിപ്പിക്കണം, അവരെ ഓത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് മറ്റുള്ള സമയങ്ങളിൽ, മറ്റുള്ള മാസങ്ങളിൽ ഇതിന് സമയമില്ല. ശരിയാണ്, നേരത്തെ ഓടണം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക്. 7:30 ബസ് വരും, വാഹനം വരും, പോകണം. നേരല്ല, ഇപ്പൊ നേരണ്ട്. അപ്പൊ ഉമ്മാക്ക് ആ സമയങ്ങളിൽ നേരല്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം. ഇപ്പൊ ഉമ്മാക്ക് സമയമുണ്ട്. സഹോദരന്മാരെ, ഇതൊന്നും ചെയ്യാതെ, ഒരു പണിയെടുക്കാതെ കുട്ടികൾ നന്നാകും, കുട്ടികൾ ശരിയാവുമെന്ന് ആരും വിചാരിക്കണ്ട. അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കട്ടെ. 1 മണിക്കൂറോ 1/2 മണിക്കൂറോ കുട്ടികൾ റസൂലുള്ളാഹിന്റെ സീറ വായിക്കട്ടെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കട്ടെ. നമ്മൾ കൂടിയിരുന്ന് വായിക്കും, അല്ലെങ്കിൽ അവർ വായിച്ചിട്ട് നോട്ട് ചെയ്യട്ടെ. ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാന് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് സഹോദരന്മാരെ ഞാൻ പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞാൽ അദ്ദിബൂഹും അല്ലിമൂഹും, നിങ്ങൾ അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമികമായ മര്യാദകൾ. അവർ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കട്ടെ, ബിസ്മി ചൊല്ലിയോ എന്ന് ചോദിക്കുക, അൽഹംദുലില്ലാ പറഞ്ഞോ എന്ന് ചോദിക്കുക. ആരതൊക്കെ തന്നത്? വാപ്പ കൊണ്ടൊന്നൊന്നുമല്ലല്ലോ. വാപ്പാക്ക് അധ്വാനിക്കാനും 2 കാലും നടക്കാനും, അതേപോലെ തന്നെ വാപ്പാക്ക് ഒരു ബിസിനസ് നല്ല കൊണ്ട് റൺ ചെയ്യാനും അള്ള തൗഫീഖ് എന്നല്ലേ മോളെ. അൽഹംദുലില്ലാ പറയും, അൽഹംദുലില്ലാ പറയും. കുട്ടികളായിട്ട് നല്ല സ്ഥലങ്ങളിലേക്ക് ടൂർ കൊണ്ടുപോവുക, നല്ല സ്ഥലങ്ങളിലേക്ക്. അതേപോലെ തന്നെ കുട്ടികളെ ടൂർ കൊണ്ടുപോകുന്ന സമയത്ത് വൃദ്ധസദനങ്ങളിലേക്കും ബുദ്ധിമുട്ടുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അടുക്കേക്കൊന്ന് കൊണ്ടുപോകേണ്ടത് നമ്മൾ എവിടെയാണ് എന്ന് നമ്മുടെ മക്കൾക്ക് മനസ്സിലാകാൻ നല്ലതാ പ്രിയമുള്ളവരെ. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സ്ഥാപനത്തിലേക്ക്, ഹോസ്റ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോവുക. എല്ലായിടത്തും ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് മാത്രം കൊണ്ടുപോകുമെന്ന് കുട്ടികൾ അറിയില്ല അവിടുത്തെ രസങ്ങൾ വരങ്ങൾ. നമ്മളെ കുട്ടികൾ കാണട്ടെ നമ്മളെ എത്ര അനുഗ്രഹത്തിലാണുള്ളത് എന്ന് മനസ്സിലായില്ലേ? ഓട്ടിസം ബാധിച്ച കുട്ടികളെ, പരിക്ക് പറ്റി കിടക്കുന്ന കുട്ടികളെ വൃദ്ധസദനങ്ങളിലേക്ക് അവർ പോകട്ടെ. അങ്ങനത്തെ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുക. യാത്ര ചെയ്യുന്ന സമയത്ത് ആയത്തും ഹദീസും പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം പ്ലാൻ ചെയ്ത് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നമുക്ക്. ഇങ്ങനെ ഈ നിലക്ക് കുട്ടികൾക്ക് മര്യാദ പഠിപ്പിച്ച്, അതാണ് യഥാർത്ഥ ടീച്ചിങ് എയ്ഡ് എന്ന് പറഞ്ഞാൽ. അതാണ് വെറുതെ കുറെ വയലു പറയല്ല, നമ്മളും ചെയ്യുക, കുട്ടികളും ചെയ്യുക. സാഹചര്യങ്ങളും അതേപോലെ തന്നെ അവസരങ്ങളും ഉണ്ടാകുമ്പോൾ അപ്പൊ പോസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ എന്താണ്, ഇവിടെ എന്താണ്. അതാണല്ലോ നമ്മുടെ പ്രവാചകന്മാർ ചെയ്തത്, അതാണല്ലോ നമ്മുടെ മുൻഗാമികൾ ചെയ്തത്. ഈ നിലക്ക് അതിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ വെക്കേഷൻ കാലയളവ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹ്നു ഇലാ ഖലീലിൻ മിനൽ അദ്ബി അഹ്വജ് മിന്നാ ഇലാ കസീരിൻ മിനൽ ഇൽമി. നമ്മുടെ കുട്ടികൾക്ക് അറിവ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ കൂടുതൽ ഇസ്ലാമികമായ അദബുകൾ നമ്മളേറെ പഠിക്കാനുണ്ട്. കുറേ ഇൽമില്ലെങ്കിലും ഇസ്ലാമികമായ അദബുകൾ ഓരോ സമയത്തും സാഹചര്യത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന സഹോദരന്മാര്, കൃത്യമായൊരു പ്ലാൻ നമുക്കുണ്ടാകണം. ആ പ്ലാനിൽ ഖുർആനോത്തുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അവരുടെ നമസ്കാരം നമ്മൾ അറിയണം, ഖുർആന്റെ വിശദീകരണം നമ്മൾ വായിക്കണം. അതേപോലെ തന്നെ ദിക്റുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ കുറച്ച് സമയം മൊബൈൽ ഉണ്ടായിക്കോട്ടെ. ആ മൊബൈൽ തന്നെ അവരുടെ കാലിബറും അവരുടെ കപ്പാസിറ്റിയും അവരുടെ ബുദ്ധിപരമായ ദൈശനികപരമായ അവരുടെ കാലിബറും വർദ്ധിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കോട്ടെ. അവർക്ക് മാനസികമായ ഉല്ലാസം ഉണ്ടാകുന്ന കാര്യങ്ങളായിക്കോട്ടെ. ഇത് നമ്മൾ മൊബൈലാണ് കൊടുക്കും 1-2 മണിക്കൂറിന്. എന്നിട്ട് അവർ എന്താണ് കാണുന്നത്, അതിൽ നിന്നും എന്ത് സ്വാധീനമാണ് അവർക്ക് കിട്ടുന്നത്, ഇതൊന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. അപ്പൊ ഇതിനൊക്കെ പറ്റിയ സമയമാണ്. അതാണ് ഇസ്ലാമികമായ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത്. നല്ലൊരു പാരന്റിങ്, അതേപോലെ തന്നെ കുട്ടികളുടെ ശാരീരിക ക്ഷമതയും ഒക്കെ വർദ്ധിക്കാനുള്ള കളികളിലും കാര്യങ്ങളും അവർ ഏർപ്പെടട്ടെ. ഇങ്ങനെ ഒരു പ്ലാനിങ് നമ്മുടെ പെൺകുട്ടിയേക്കും ആൺകുട്ടിയേക്കും ഉണ്ടാക്കി കൊടുക്കണം എല്ലാ സമയം. ഇന്ന് നമ്മൾ പോയി ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ സഹോദരന്മാർ, ഈ ആഴ്ച ഈ 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് കഴിഞ്ഞു പോകും. മക്കൾക്ക് ദീൻ എന്ത് കൊടുത്തു, അതിന് സാഹചര്യവും സമയവും ഉണ്ടായിട്ട് നമ്മൾ എന്ത് കൊടുത്തു എന്നുള്ളത് നമ്മൾ നല്ലോണം ആലോചിക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അല്ലിമു ഔലാദകും അസ്ദിഖ ബിൽ ഖൗലി വൽ ഫിഅലി ഫൈദാ അദ്ദസ്തുമൂഹും. അഥവാ മാതാപിതാക്കൾ കുട്ടികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കട്ടെ? സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കട്ടെ. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളോട് കളവ് പറയാ, വാപ്പന്മാരോട് കളവ് പറയാ, ഉമ്മമാരോട് അപ്പാനോട് കളവ് പറയാ, അല്ലെ വാപ്പ ഫോണിൽ വിളിക്കുക, ഒരു ഫോൺ വരുന്ന സമയത്ത് ഉമ്മാനോട് പറയാം, ആ ഫോൺ എടുത്തിട്ട് ഞാൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മക്കളെ അടിയുന്നാണെങ്കിലും അല്ലാത്ത സമയത്തും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കൾ എന്ത് പഠിക്കുന്നു നമ്മൾ കണ്ടു പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സത്യസന്ധരാകുന്നതും, നമ്മൾ ഖുർആൻ ഓതുന്നതും, നമ്മൾ മൊബൈൽ നിയന്ത്രിക്കുന്നതും, നമ്മൾ വൃത്തികേടുകൾ കാണുന്നതും ഇതൊക്കെ നിയന്ത്രിച്ച് മക്കൾക്ക് ഏറ്റവും നല്ലത് കാണിക്കാൻ, മക്കളോട് സത്യസന്ധമായി സംസാരിക്കാൻ, അവരോടൊരു വാഗ്ദാനം ചെയ്താൽ അതുപോലെ നിറവേറ്റാൻ. ചെറിയ മക്കളോടാണെങ്കിൽ പോലും ഇപ്പൊ മിഠായി തരാന്ന് പറഞ്ഞാൽ, ചോക്ലേറ്റ് വാങ്ങി തരാന്ന് പറഞ്ഞാൽ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ പറയാൻ പാടില്ല.
അല്ലെങ്കിൽ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊക്കെ അത് കാണാൻ സാധിക്കും. അപ്പോ എന്റെ വാപ്പ അത് പറഞ്ഞാൽ തരും, അങ്ങനെയുള്ള വാപ്പയാണ്, അതാണ് ഇസ്ലാമികമായ മൂല്യം എന്ന് കുട്ടി പഠിച്ചെടുക്കണം. ഈ നിലക്ക് നല്ല പ്ലാനും പദ്ധതികളും സഹോദരന്മാരെ നമുക്കുണ്ടായിരിക്കണം. ആ നിലക്കായിരിക്കണം നമ്മൾ ഈ ഒരു വെക്കേഷൻ കാലയളവ് കൊണ്ടുപോകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ മക്കളെ ആ നിലക്ക് വളർത്താനും രണ്ട് ലോകത്തും അവരെ ഉപകാരപ്പെടാനുള്ള, അവരെ കൊണ്ട് വിജയിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ്. നമ്മുടെ മക്കൾ ഇന്ന് പലപ്പോഴും ടീനേജിലുള്ള കുട്ടികളൊക്കെ തെറ്റിപ്പോകുന്നത് നമുക്കറിയാം. മൊബൈലും ഇന്റർനെറ്റ് സംവിധാനങ്ങളും അവരുടെ കയ്യിലുണ്ട്, യഥേഷ്ടം ഉപയോഗിക്കുന്നു. സ്വന്തമായി ഫോണുണ്ട്, 10ാം ക്ലാസ്സുകാരനുണ്ട്, കാരിക്കുണ്ട്, അതിന് മുകളിലുള്ളവർക്കുണ്ട്. ഇതൊക്കെ മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വന്തമായി നിയന്ത്രണമില്ലാത്ത നമ്മുടെ മക്കൾക്ക്, അഥവാ അവരുടെ പ്രായം അതാണ്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾ, അവർക്കൊന്നും ഒരു കാരണവശാലും അവർ ഒറ്റയ്ക്ക് റൂമിൽ കിടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മൊബൈൽ നമ്മൾ കൊടുക്കരുത്. പ്രിയമുള്ള രക്ഷിതാക്കളെ, 10 മണി വരെ മൊബൈൽ ഉപയോഗിച്ചോ, അത് കഴിഞ്ഞാൽ വാപ്പാനെ എടുത്തു തരണം, ഉമ്മാനെ എടുത്തു തരണം. അവനും ഓൻ്റെ റൂമിലാണ്, ഓളെ റൂമിലാണ്, എല്ലാ സംവിധാനങ്ങളിലെ മൊബൈൽ പോലെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടി മോശമാകാനും അതേപോലെ തന്നെ മറ്റുള്ള മോശപ്പെട്ട ബന്ധങ്ങളിലേക്ക് പോകാൻ കാരണം നമ്മൾ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. 10 മണി കഴിഞ്ഞാൽ വാപ്പാനെ എടുത്തു തരണം. അത് കുട്ടികൾ ആ നിലക്ക് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. എന്റെ അർത്ഥം വീട്ടിൽ ബദറുണ്ടാക്കണം എന്നല്ല. ഇത് വലിയ പ്രശ്നമാണ് പ്രിയമുള്ളവര്. എത്രയോ കൗൺസിലിംഗ് രംഗത്തുള്ള ആളുകൾ പറയുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. പല പല പ്രശ്നങ്ങൾ, ഇവിടുന്ന് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. എന്താ, യഥേഷ്ടം അവരടുത്ത് മൊബൈലുണ്ട്, സ്വന്തമായി അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എല്ലാവിധ ഹറാമുകളും കാണാനും ചെയ്യാനും, വൃത്തികേടുകളുടെ അങ്ങേയറ്റത്തെ പരമകാഷ്ഠ പ്രാപിക്കാൻ, വൃത്തികെട്ട ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒക്കെ ഇതുകൊണ്ട് കാരണമാകും. അതുകൊണ്ട് ഒരു നിശ്ചിത സമയം വരെ മൊബൈൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊരു പ്രൈവറ്റ് റൂമിൽ കുട്ടി കിടക്കുന്നുണ്ടെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ, അത് മാതാപിതാക്കളെ കയ്യിലുണ്ടാകണം. അപ്പോ ഈ മൊബൈലിനൊരു നിയന്ത്രണം അത് വരുത്താൻ, ഈ മോശപ്പെട്ട കാര്യങ്ങളും അശ്ലീലതകളും ലഹരിയും അതേപോലെ തന്നെ ഇതിനൊക്കെ കാരണമാകുന്നത് ഇതാണ്. ഓർഡർ ചെയ്യാനും വരുത്തിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനും മൊബൈലിന് അഡിക്റ്റായി അങ്ങേറ്റം അവന്റെ പഠനത്തിന്റെയും അതേപോലെ തന്നെയുള്ള കപ്പാസിറ്റിയൊക്കെ നഷ്ടപ്പെടാനൊക്കെ അത് കാരണമാകുന്നു എന്ന് നമുക്ക് പറയാൻ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ, ഒരു നിശ്ചയ സമയം കഴിഞ്ഞാൽ മൊബൈൽ എടുത്തു വെക്കണം. നമ്മുടെ മക്കളുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. അത് മക്കളെ ശരിക്കും പറഞ്ഞു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മക്കളെ എങ്ങനെയും ചെയ്യുക, എന്തും ചെയ്തു കൂട്ടുക, എന്നും കാണുക, അതിലൊന്നൊരു പ്രശ്നമില്ലാത്ത അവസ്ഥ മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നമുക്ക് ഒരു ഹറാമ് കാണുന്ന സമയത്ത്, മുൻകർ കാണുന്ന സമയത്ത് അത് കൈകൊണ്ട് പിടിച്ചു മാറ്റാൻ സാധിക്കുന്നെങ്കിൽ ചെയ്യണം. നമ്മുടെ മക്കളാണ്, നമുക്കത് ചെയ്യാൻ പറ്റും. അവർക്ക് നല്ല നിലക്ക് ഉപദേശിക്കാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഗുണദോഷിക്കാൻ പറ്റും. ചിലപ്പോൾ ചീത്ത പറയേണ്ടി വരും, ചിലപ്പോൾ അടിക്കേണ്ടി വരും. അടിക്കുന്ന ആളുകൾ താലോലിക്കാനും ചേർത്ത് പിടിക്കാനും ഉമ്മ കൊടുക്കാനും പറ്റുന്ന ആളുകളാണ് അടിക്കേണ്ടത്, അല്ലാത്തവർ അടിക്കാൻ പാടില്ല. അതൊക്കെ തർബിയത്തിന്റെ ഭാഗമാണ്. നാവ് കൊണ്ട് സംസാരിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതേപോലെ തന്നെ അവരെ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. ഈമാനുള്ള ആളുകൾക്കുള്ള പ്രവർത്തനങ്ങളാണ്. വദാലിക അദാഫുൽ ഈമാൻ. അത് വെറുക്കെങ്കിലും ചെയ്യണം. നമ്മളെ വീട്ടിൽ വെറുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരിട്ട് തന്നെ പറയാം, സംസാരിക്കാം. അതും ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഈമാനില്ല എന്നർത്ഥം. അപ്പൊ മൊബൈലിന്റെ വിഷയത്തിൽ, സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ മൊബൈലുകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും നമ്മുടെ മക്കളെ ഈ പക്വത എത്താത്ത കുട്ടികളിൽ നമ്മൾ നിയന്ത്രിച്ചേ മതിയാകും. ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അസ്സബിയ്യ ബിസ്സലാ ഇദാ ബലഅ 7 സിനീൻ. 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം നിങ്ങൾ. ഫൈദാ ബലഅ 10 സിനീൻ ഫദ്രിബൂഹു അലൈഹാ. 10 വയസ്സായിട്ട് 3 കൊല്ലം ഓനെ നിസ്കരിക്കാൻ അവനോട് പറഞ്ഞു, നിസ്കാരം കാണിച്ചു കൊടുത്തു, നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് 10 വയസ്സായതിനു ശേഷം നിസ്കരിക്കണില്ലെങ്കിൽ അവനെ അടിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു. ആരാ പറയണത്? ലോകം കണ്ട ഏറ്റവും വലിയ സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയ പ്രവാചകനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ അടിക്കണം. അതെന്താണ്? കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ആദ്യം ശരിക്ക്, അതിന് തന്നെ പോയി അടിക്കല്ല.
ശരിയാവണം, പഠിപ്പിച്ചു കൊടുക്കണം. 7 വയസ്സിന് മുമ്പ് എന്റെ കുട്ടി കാണണം ഉമ്മച്ചി ഉപ്പച്ചി നിസ്കരിക്കണത്. പിന്നെ 7 to 10 വരെ കുട്ടി നിസ്കാരം പഠിക്കണം, അവനോട് പറയണം മോനെ നിസ്കരിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കണില്ലെങ്കിൽ പറ്റൂല. ഇസ്ലാമിൽ കാഫിർ മുസ്ലിം തമ്മിലുള്ള വ്യത്യാസമാണ്. നിസ്കരിക്കണില്ല, ഞാൻ എന്താ മൗലവി കാട്ടുക? പറ്റൂല. 12 വയസ്സായിട്ടും 13 വയസ്സായിട്ടും നിസ്കരിക്കണമെന്ന് ബോധം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വക്ത് നിസ്കരിക്കും, പറ്റൂല. കുറ്റക്കാരാണ് മാതാപിതാക്കൾ. 9ാം ക്ലാസ് പഠിക്കണ 8ാം ക്ലാസ് പഠിക്കണ കുട്ടി സുബിയില്ല, സ്കൂളിൽ പോയാൽ പിന്നെ ളുഹറില്ല, അസറില്ല, പിന്നെ മഗ്രിബ് ഒന്നും നിസ്കരിക്കും, വിടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്ഷിതാക്കളെ വെറുതെ വിടൂല. ജീവിതത്തിൽ ബറക്കത്തും ഖൈറുണ്ടാവുമെന്ന് വിചാരിക്കും വേണ്ട. മഗ്രിബ് ഇശയുണ്ട്, ബാക്കി അങ്ങനെയാണ് പോവും. കുട്ടികളല്ല. അതിന് കുട്ടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കണം. അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും നിസ്കരിക്കാന്നല്ല, അത് കൃത്യമായിരിക്കണം. വെറുതെ കുത്തി മറിയാന്നുമല്ല. അവിടെയൊക്കെ രക്ഷിതാക്കൾ കുടുങ്ങും, യാതൊരു സഹോദരന്മാരെ, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഉമ്മാരും ഉപ്പാരും ശ്രദ്ധിക്കുക. അവരെ 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ആ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നിസ്കാരം പഠിപ്പിക്കുക, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുക. അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ട് സഹോദരന്മാരെ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീത്ത കൂട്ടുകെട്ട് വിശുദ്ധ ഖുർആനും ഹദീസും ഒരുപോലെ പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത് യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മാതാപിതാക്കൾക്കൊക്കെ ബാധകമാണ് ഈ ആയത്ത്. നാളെ പരലോകത്ത് അക്രമി വിരൽ കടിക്കുന്ന രംഗം. അള്ളാഹുവിന്റെ ദീനി കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടുകാരനായിക്കൊണ്ട് ദീനിയായിട്ട് എല്ലാം അറിയാനുള്ള ഒരു കൂട്ടുകാരനായി കിട്ടിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റിവെച്ചു, ദീനിയായ കൂട്ടുകാരനെ മാറ്റിവെച്ചു. ഹറാമിന്റെ വൃത്തികേടിന്റെ കൂട്ടുകാരനെ, തന്റെ പരലോകം തകർക്കുന്ന കൂട്ടുകാരനെ കൂട്ടുകാരനായി സ്വീകരിച്ച ഒരു മനുഷ്യൻ പരലോകത്ത് വരും. ഒരു മനുഷ്യനല്ല, അങ്ങനെ കോടാനുകോടി മനുഷ്യന്മാര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല. എന്റെ നാശമേ, യാ ലൈതനി ഞാനായിരുന്നെങ്കിൽ ഇത്തഖദതു മഅ റസൂലി സബീല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, ആ വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പക്ഷേ വയാ വൈലത ലൈതനി, എന്റെ നാശമേ, ലം അത്തഖദ് ഫുലാൻ ഖലീല, ഇന്നാലിന്നവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ആ കൂട്ടുകാരത്തി അവളാണ് എന്നെ പറ്റിച്ചത്, അവളാണ് എന്നെ വൃത്തികേടുകളിലേക്ക് കൊണ്ടുപോയത്, അവനാണ് എന്നെ കൊണ്ടുപോയത്. ഇന്ന കൂട്ടുകാരൻ നമസ്കാരം ഇല്ലാതാവാൻ, ലഹരി ഉപയോഗത്തിന്, അതേപോലെ തന്നെ ഹറാമുകൾ കാണാനും ആസ്വദിക്കാനും അതിന്റെ ലിങ്കുകൾ അയച്ചു തന്ന് കൃത്യമായി ദുനിയാവിന്റെ ഈ പറയപ്പെട്ട പരലോകം തകർക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് അതിനുവേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ച് ടൂർ പോയയിടത്തും ഹോസ്റ്റലുകളിലും എവിടെയാണോ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഈ കൂട്ടുകാരൻ, ഈ ചീഞ്ഞാറുന്ന കൂട്ടുകാരൻ, ഈ ചീഞ്ഞാറ് ജീവിതം നയിക്കുന്ന കൂട്ടുകാരി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പരലോകം നഷ്ടപ്പെട്ടിട്ട് ഇവര് പറയാണ്, ഈ ആൾക്കാർ പറയുമോ, യാ വൈലത ലൈതനി, പടച്ചറബേ എന്റെ നാശമേ, ലൈതനി ലം അത്തഖദ് ഫുലാൻ ഖലീല, ഇന്നാലിന്നവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ. അതെ, വഖദ അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, അള്ളാഹുവിന്റെ ദിക്ർ എനിക്ക് കിട്ടിയതിനു ശേഷം, ഹക്ക് ഇതാണെന്ന് മനസ്സിലായതിനു ശേഷം എന്നെ വഴിതെറ്റിച്ചു. ആ ഒരു കൂട്ടുകാരിയെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായനെ എന്ന് മനുഷ്യന്മാര് വിലപിക്കും. ഇതെല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ ആരോടാണ് സുഹൃത്ത് ബന്ധമുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. മുതിർന്നവരും കുട്ടികളെല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഓരോ മനുഷ്യനും തന്റെ കൂട്ടുകാരിയുടെ മതത്തിലാണ്, നിലപാടിലാണുള്ളത്. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് ഓരോരുത്തരും നോക്കട്ടെ ആരോടാണ് കൂട്ടുകൂടുന്നത്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരന്മാരാരാണ്, കൂട്ടുകാരികൾ ആരാണെന്ന് നമ്മൾ നോക്കണം. നമ്മളൊരു ഭാഗത്ത് അങ്ങനെ നല്ല പണിയെടുക്കുന്നുണ്ട്, രാവിലും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ 10 മണി മുതൽ 4 മണി വരെ, 8 മണി മുതൽ 9 മണി മുതൽ ഈ കൂട്ടുകാരിയുടെ അടുത്താണ്, ഈ കൂട്ടുകാരന്റെ അടുത്താണ് നമ്മൾ എടുക്കുന്ന പണിയൊക്കെ അവിടെ പൊളിക്കുന്നുണ്ട്. 10 മാസം പൊളിക്കുന്നുണ്ട്. കാരണം കൂട്ടുകാരി ഇതാണ്. നിസ്കരിക്കാൻ പോകാൻ, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് നിസ്കരിക്കാൻ പോകാനോ നിസ്കരിക്കാനോ ഉപദേശമില്ല. നിസ്കരിക്കാൻ നമ്മുടെ കുട്ടി പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ തടുത്ത് നിർത്താൻ ദീനിയായ കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഹറാമുകളിലേക്കും പോകാൻ പ്രോത്സാഹനം കൊടുക്കുന്നു. ഇതാരാണ്? ഇത് കൂട്ടുകാരൻ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഓരോ മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ നിലപാടിലും മതത്തിലുമാണ്. അവനെങ്ങനെയാണോ ഇവനങ്ങനെ ആയിരിക്കും. ചാണകം ചാരിയിട്ടുണ്ടെങ്കിൽ ചാണകം മണക്കും, ചന്ദനം ചാണിയാലോ ചന്ദനം മണക്കും. നമ്മളെല്ലാവരും പറയുന്ന ആപ്തവാക്യമാണ്.
അതുകൊണ്ട് ഓരോരുത്തരും ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കട്ടെ. ഇതെല്ലാവർക്കും ബാധകമാണ്. ഒരു ബിസിനസ്സുകാരനോ നോക്കണം, ഓരോരുത്തർക്കും ബാധകമാണ്. ഇല്ലെങ്കിൽ അവന്റെ ദീന് പൊളിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ പ്ലാനിങ്ങും അതേപോലെ തന്നെ ആ പ്ലാനിങ്ങിൽ മുന്തിയ പരിഗണന മതപഠനത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെയൊക്കെ ശാഖയിൽ പിന്നെ ഈ മതം പഠിപ്പിക്കുന്ന മോറൽ സ്കൂളുകൾ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും, നമ്മുടെ ശാഖയിലും ഉണ്ടാകും. അപ്പോ 8ാം ക്ലാസ് ഹൈസ്കൂൾ തലത്തിലുള്ള അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് ഒരു 10 ദിവസം രാവിലെ 9 മണി മുതൽ 12 മണി വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും കർമ്മങ്ങളും മാതാപിതാക്കൾ ആരാണ് ഹറാമുകളിലേക്ക് പോകുന്നത്, നല്ല കൂട്ടുകാരുണ്ടാകണം എന്നിത്യാദി വിഷയങ്ങളൊക്കെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് പഠിപ്പിക്കുന്ന നല്ല പണ്ഡിതന്മാർ വന്ന് ക്ലാസ് എടുക്കുന്ന പ്രോഗ്രാമാണ് പിന്നെ നമ്മളെ ഇവിടെ റിലീജിയസ് സ്കൂളുകൾ. നമ്മൾ കളിയാട്ട് മുക്കിലും നമ്മൾ എല്ലാ ശാഖയിലും നമ്മളെ കൂട്ടായ്മ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളെ കുട്ടി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മാത്രമായില്ല, മാതാപിതാക്കൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുട്ടികളെ ദീനിയായിട്ട് കുറച്ച് സമയം ഇരുത്തണം. അതൊക്കെ നമ്മൾ ചെയ്യുക, എന്നിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് സദാസമയം പ്രാർത്ഥിച്ച് ആ നിലക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മുടെ മക്കളെ 2 ലോകത്തും നമുക്ക് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് ഉദവി നമുക്കെല്ലാവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ കൊണ്ട് ഒരു പരീക്ഷണം ഇല്ലാത്ത, ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമില്ലാത്ത അവസ്ഥ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും എല്ലാം ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല 2 ലോകത്തും അവരെ കൊണ്ട് ഉപകാരം ലഭിക്കുന്ന ഒരു മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.